السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ പ്രശസ്തമായ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിൽ അതിന്റെ ആദ്യത്തെ ദർസായിട്ട് കൊടുത്തിട്ടുള്ള ഖുർആനിലെ ഫാത്തിഹയുടെയും അതുപോലെ ചെറിയ സൂറത്തുകളുടെയും തഫ്സീർ മനസ്സിലാക്കുക എന്നതിൽ ഇന്ന് നമ്മൾ നോക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് വളരെയധികം പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു സൂറത്തിനും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് പറയും. അതേതാണ് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂനിനും ഇഖ്ലാസ് എന്നുള്ള പേരിൽ പറയപ്പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താണ്? തൗഹീദ് പ്രധാനമായിട്ടും രണ്ട് ഭാഗമായിട്ടാണുള്ളത്. തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി. ഇൽമിന്റെ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദും, തൗഹീദുൽ അമലി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദ്, അഥവാ തൗഹീദുൽ ഇബാദ എന്നെല്ലാം പറയും. അപ്പൊ തൗഹീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയലും മനസ്സിലാക്കലും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് തൗഹീദുൽ ഇൽമി എന്ന് പറയുന്നത്. തൗഹീദുൽ അമലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. തൗഹീദുൽ ഇൽമി എന്നതിനുള്ള ദലീല് സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്താണ്. തൗഹീദുൽ അമലി എന്നതിനുള്ള ദലീല് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണ്. നമ്മൾ സൂറത്തുൽ കാഫിറൂൻ വിശദീകരിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദുൽ ഇൽമി എന്നതിനെ അറിയിക്കുന്നതാണ്. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവിനെ അറിയിക്കുന്ന സൂറത്താണ്. സൂറത്തുൽ കാഫിറൂൻ തൗഹീദുൽ അമലി എന്നതാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ എന്നറിയിക്കുന്ന സൂറത്താണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സൂറത്തിനും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നതും. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ലാ ഇലാഹ എന്നുള്ളത് സൂറത്തുൽ കാഫിറൂൻ അറിയിക്കുന്നതാണ്, ഇല്ലല്ലാഹ് എന്നതിനെ അറിയിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. ഇനി സൂറത്തുൽ ഇഖ്ലാസ് അത് ഇറങ്ങാനുള്ള കാരണവും അതിന്റെ ഫദ്ലുകളുമാണ് നമ്മൾ ആദ്യം പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിറങ്ങാനുള്ള കാരണം ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അന്നൽ മുശ്രികീന ഖാലൂ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രികീങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇൻസുബ് ലനാ റബ്ബക്, മുഹമ്മദേ നിന്റെ റബ്ബ് എങ്ങനെയാണ്, നിന്റെ റബ്ബിനെ കുറിച്ച് നീ പറഞ്ഞുതായോ, നിന്റെ റബ്ബിനെ കുറിച്ച് നീ ഒന്ന് വിശദീകരിച്ചതായോ മനസ്സിലാക്കിയിട്ടായോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നീ സൂറത്ത് ഇറക്കിയത്. മുശ്രികീങ്ങൾ അള്ളാഹുവിനെ പറ്റി ചോദിച്ചപ്പോൾ, അള്ളാഹുവിനെ വിശദീകരിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂറത്തിൽ നമുക്കറിയാം പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സമദാണ് എന്ന് പറയുന്നത്. സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയം, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. അത് മാത്രമല്ല എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ. അതുപോലെ ഇതിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലം യലിദ് വലം യൂലദ്, അവനൊരു സന്താനമില്ല, അവൻ വേറൊരാളുടെയും സന്താനമായി ജനിച്ചവനുമല്ല. ഒരാൾ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം? മരണം ഉണ്ടാവണം. ഒരാൾ മരിക്കുകയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ, അവൻ ഇവിടെ വിട്ടേച്ച് പോകുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അനന്തരമെടുക്കണം. അള്ളാഹു മരിക്കുകയുമില്ല, അള്ളാഹുവിനെ മറ്റൊരാളും അനന്തരമായിട്ട് അള്ളാഹുവിന്റെ ഒന്നും എടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണം അതിൽ അറിയിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല, അള്ളാഹുവിനൊരു ഇണയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിൽ അറിയിക്കുന്നുണ്ട്. ഇതിന്റെ ചുരുക്കമായിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ഹദീസിന്റെ ഫൗലുകളെ പറ്റി പറയുകയാണ്. കാരണം അത് പറയാതെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം അത്രയധികം ഫൗലുകൾ പറയപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിന്റെ മാത്രം തഫ്സീർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പോലുള്ളവർ എഴുതിയത് കാണാൻ സാധിക്കും. കാരണം അത്രയധികം ആശയങ്ങൾ കൊണ്ട് വിശാലമായിട്ടുള്ള ഒരു സൂറത്താണ്. ഇതിന്റെ ഫദ്ല് പറയുന്ന ചില ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ കാണുന്ന ഒരു സംഭവമാണ്. അംറത്ത് ബിൻത് അബ്ദുറഹ്മാൻ എന്നൊരു സ്ത്രീ, വകാനത് ഫി ഹിജ്രി ആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാണ് ഉദ്ധരിക്കുന്നത്. അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒപ്പമാണ് വളർന്നിരുന്നത്, ജോലിക്കാരിയോ മറ്റോ ആയിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയത്തിൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഒരു സംഘത്തിനോടൊപ്പം, യുദ്ധസംഘമോ മറ്റൊരു സംഘത്തിനോടൊപ്പം പറഞ്ഞയച്ചു. വകാന യഖറഉ ലി അസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം, ആ വ്യക്തിയെ എന്തിനാണ് പറഞ്ഞയച്ചത്? നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. ഖുർആനിലൊക്കെ അറിവുള്ള ആളാണ്. അയാളാണ് ഇമാം എന്ന് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. വയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ്, ഏത് തവണ ഇമാമ് നിന്നാലും ഇമാമ് നിന്ന് സൂറത്ത് പാരായണം ചെയ്താലും അയാൾ എന്തുകൂടി പാരായണം ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ് കൂടി പാരായണം ചെയ്യും. നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതും, സൂറത്ത് ഓതും, അവസാനിപ്പിക്കുമ്പോൾ എന്തുകൂടി ഓതും? സൂറത്തുൽ ഇഖ്ലാസ് കൂടി പാരായണം ചെയ്യും. ഫലമ്മാ റജഉ ദകറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ മടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞു, അയാൾ ഇങ്ങനെ പാരായണം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലൂഹു ലി അയ്യി ശൈഇൻ യസ്നഉ ദാലിക, അവനോട് ചോദിക്കുക അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് ഈ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഫസഅലൂഹു, ആളുകൾ അവനോട് പോയി ചോദിച്ചു. ഫഖാല, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, കാരണം ആ സൂറത്ത് റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്നതാണ്. വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, ഞാൻ ഇഷ്ടപ്പെടുന്നു അത് പാരായണം ചെയ്യാൻ. റഹ്മാനായ റബ്ബിന്റെ സിഫത്തുകൾ അറിയിക്കുന്ന സൂറത്തായതുകൊണ്ട് ഞാൻ അത് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇത് എന്തുകൊണ്ടാണ് അവൻ പാരായണം ചെയ്തത്. فقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂ അന്ന അല്ലാഹ തആല യുഹിബ്ബുഹു, അവനെ അറിയിക്ക് അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവനെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരു ഹദീസ്, ഇതേ ആശയത്തിൽ വരുന്ന മറ്റൊരു ഹദീസ്. ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? കാരണം ആ സൂറത്തിന്റെ ഫദ്ല് മനസ്സിലാക്കിയപ്പോ, അതിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സൂറത്തിനോടുള്ള ഇഷ്ടം ഈ വ്യക്തിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യാൻ അവൻ ഇഷ്ടപ്പെട്ടു. അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവൻ തെളിയിച്ചത് കൊണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ട് അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, സഹീഹ് ബുഖാരിയിൽ തന്നെ കിതാബുസ് സ്വലാത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റജുലൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി, യഉമ്മുഹും ഫീ മസ്ജിദ് ഖുബാ, ഖുബാ മസ്ജിദ് ഇമാമായി നിൽക്കാറുണ്ടായിരുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ഖുബാ മസ്ജിദിൽ ഇമാമായി നിൽക്കാറുണ്ട്. فكان كلما افتتح سورة يقرأ بها لهم في صلاة مما يقرأ به افتتح بقل هو الله أحد حتى يفرغ منها. ഇത് ഈ വ്യക്തിയും മറ്റേ വ്യക്തിയെ പോലെ തന്നെ ഏത് സമയത്തും സൂറത്ത് ഓതുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തിൽ എന്ത് ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. എന്നിട്ട് വേറെ സൂറത്തും ثم كان يقرأ سورة أخرى معها, വേറൊരു സൂറത്തും പാരായണം ചെയ്യാറുണ്ട്. وكان يصنع ذلك في كل ركعة, എല്ലാ റക്അത്തും അയാൾ അങ്ങനെ തന്നെ, എല്ലാ റക്അത്തിലും അയാൾ അങ്ങനെ ചെയ്യാറുണ്ട്. فكلمه أصحابه فقالوا, അങ്ങനെ ആളുകൾ പിന്നിൽ നിസ്കരിക്കുന്ന അയാളോട് വന്ന് ചോദിച്ചു, إنك تفتتح بهذه السورة ثم لا ترى أنها تجزئك حتى تقرأ بالأخرى فإما أن تقرأ بها فإما تدعها وتقرأ بأخرى. നീ എപ്പോഴും ഈ സൂറത്തോട് പാരായണം ചെയ്യുന്നുണ്ടല്ലോ, നീ എനിക്ക് ഇത് മാത്രം പാരായണം ചെയ്താൽ പോലെ, അല്ലെങ്കിൽ മറ്റേത് പാരായണം ചെയ്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്താൽ പോലെ എന്നുള്ള എനിക്ക് ചോദിച്ചു. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഞാനത് ഒഴിവാക്കൂല, ഞാനത് പാരായണം ചെയ്യൽ ഒഴിവാക്കില്ല.
ഞാൻ അങ്ങനെ ഓതിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇമാമായി നിൽക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇമാമായി നിൽക്കാം. കറക്റ്റും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇമാമായിട്ട് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആളാരാണ്? ഇമാമുക്കെന്ന് പറഞ്ഞ ഇയാളാണ്. ഇയാളല്ലാതെ വേറൊരാൾ ഇമാമ് നിൽക്കുന്ന അവർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒപ്പം പിന്നെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. فلما أتاهم النبي صلى الله عليه وسلم أخبروه الخبر فقال അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് ചോദിച്ചു, യാ ഫുലാൻ, ഏ മനുഷ്യ, മാ യംനഉക അൻ തഫഅല മാ യഅമുറുക ബിഹി അസ്ഹാബു, നിനക്ക് എന്താ ബുദ്ധിമുട്ട്? നിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞ പോലെ നിനക്ക് ചെയ്താൽ പോലെ, നിനക്ക് അതിലൊന്ന് പാരായണം ചെയ്താൽ പോലെ. വമാ ഹമലക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫീ കുല്ലി റക്അത്തിൻ, എന്താണ് എല്ലാ റക്അത്തിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഖാല ഇന്നി ഉഹിബ്ബുഹാ, വ്യക്തി പറഞ്ഞു എനിക്കതിന് ഇഷ്ടമാണ്, എനിക്ക് ആ സൂറത്തിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്, നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂറത്ത് ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള സൂറത്താണ്. സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 അറിയിച്ചിട്ടുള്ള സൂറത്താണ്. സഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ സമിഅ റജുലൻ യഖറ, ഒരു വ്യക്തി വേറെ വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കേട്ടു. യുറജ്ജിദുഹ, ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രിസ്കാരത്തിൽ. ഫലമ്മ അസ്ബഹ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, അങ്ങനെ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സഹാബികൾ അറിയിച്ചു, ഇയാൾ ഇങ്ങനെ തന്നെ പാരായണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. وكأن الرجل يتقالها فقال النبي والذي نفسي بيده إنها لتعدل ثلث القرآن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും അതെന്താണ്, ഖുർആനിന്റെ 1/3. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യഖറഅ ثلث القرآن في ليلة, നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കാതെ വരുമോ ഓരോ ദിവസവും ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യാൻ, അഥവാ 10 ജുസ് പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഫശഖ്ഖ ദാലിക അലൈഹിം, അപ്പോ സഹാബാക്കൾക്ക് തോന്നി, പൊതുവായിട്ട് ചോദിച്ചാണ്, അപ്പൊ എല്ലാവർക്കും തോന്നി ഇത് അത്ര സാധിക്കില്ല, ദിവസം രാത്രി 10 ജുസ് ഓതാൻ ബുദ്ധിമുട്ടായിരിക്കും. വഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആർക്കാണ് റസൂൽ അത് കഴിയുക, എനിക്ക് കഴിയില്ല. സാധിക്കുന്ന സഹാബകൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അത് കഴിയാം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ, ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് ഖുർആനിന്റെ 1/3 എന്ന് പറയുകയുണ്ടായി. അത് പാരായണം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, ഇതിന്റെ ഓരോ ഫദ്ലുകൾ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, അവന് നിർബന്ധമായി എന്ന് പറഞ്ഞു. അപ്പോ അത് കേട്ട സ്വഹാബി ചോദിച്ചു, എന്ത് നിർബന്ധമായി എന്നാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫദ്ലുകൾ, ഒരുപാട് ഫദ്ലുകൾ വന്നിട്ടുണ്ട്. അതിൽ ചില ഹദീസുകളാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മുഅവ്വിദത്തൈനിന്റെ കൂടെ, അഥവാ ഫലഖിന്റെയും നാസിന്റെയും കൂടെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഒരിക്കൽ ഹുബൈബ്, അബ്ദുല്ലാഹ് ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉപ്പയായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസാബനാ ആതശുൻ വബുൽമതുൻ ഫൻതദർനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ. ഒരു രാത്രി ഇശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇശാ കുറച്ച് വൈകിട്ടാണ് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുക. അപ്പൊ ഈ സഹാബി പറയാണ്, ഞങ്ങൾക്ക് ദാഹവും അതുപോലെ തന്നെ രാത്രിയൊക്കെ നേരം വൈകി, ഞങ്ങളാകെ റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. ഫഖറജ ഫഅഖദ ബിയദി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് എന്റെ കൈ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഖുൽ, പറയാൻ പറഞ്ഞു.
അപ്പോ പിന്നെ ഈ സഹാബി ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫസഖത്തു, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടാതിരുന്നു. വീണ്ടും പറഞ്ഞു ഖുൽ, നീ പറയാൻ പറഞ്ഞു. അപ്പൊ ഈ സഹാബി ചോദിച്ചു ഖുൽ, ഞാൻ എന്താണ് റസൂലേ പറയേണ്ടത്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹു തലാസൻ തക്ഫിക കുല്ല യൗമിൻ മറത്തൈൻ. നീ എല്ലാ ദിവസവും ഈ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനിയും രാവിലെയും വൈകുന്നേരവും നീ പാരായണം ചെയ്യുക. അതற்கு ഒരു ദിവസത്തിൽ മതിയായതാണ് ഈ 2 നേരം പാരായണം ചെയ്യൽ, നിനക്ക് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ പറ്റി പരാമർശിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ എന്തെല്ലാം വിശേഷണങ്ങളാണോ ഈ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞിട്ടുള്ളത്, അത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്യാൻ പ്രത്യേകം കാരണമായിട്ടുള്ള കാര്യമാണ്. അതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ ബുറൈദ അൻ അബീഹി, അദ്ദേഹത്തിന്റെ ഉപ്പയായ ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ദഖല മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ്. ഒരിക്കൽ ബുറൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മസ്ജിദിൽ പ്രവേശിച്ചു. ഫഇദാ റജുലുൻ യുസല്ലി യദ്ഉ, അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ അയാൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുആ ചെയ്യുകയാണ്. എന്തു മുൻനിർത്തിയാണ് ദുആ ചെയ്യുന്നത്? ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൽ അഹദു അസ്സമദ്, നീ അഹദാണ്, അസ്സമദാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, നിനക്കൊരു സന്തതിയും ജനിച്ചിട്ടില്ല, നീ ഒരു സന്തതിയായി ജനിച്ചവനുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, നിന്നെ പോലെ മറ്റാരുമില്ല. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അയാൾ തവസ്സുലായിട്ട്, വസീലയായിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് സഅലഹു ബിസ്മിഹിൽ അഅ്ളം, അവൻ ചോദിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന് പ്രത്യേകമായിട്ടൊരു നാമമുണ്ട്. ആ നാമം കൊണ്ട് തേടിയാൽ അള്ളാഹു ഉത്തരം ചെയ്യുന്ന ആ നാമം കൊണ്ടാണ് അവൻ തേടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലദീ ഇദാ സുഇല ബിഹി അഅ്താ, അതുകൊണ്ട് ചോദിച്ചാൽ, ചോദിക്കപ്പെട്ടാൽ അള്ളാഹു നൽകും. വഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അത്രയധികം പ്രാധാന്യമുള്ള ദുആ ആണത്. അതുപോലെ തന്നെ ഈ ദുആ കൊണ്ട് അള്ളാഹുവിനോട് ശിഫാ തേടാവുന്നതാണ്. റുഖിയയിലെല്ലാം നമ്മൾ പാരായണം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അള്ളാഹുവിനോട് ശിഫാ തേടേണ്ട ദുആക്കളിൽ സൂറത്തുൽ ഫാത്തിഹ പോലെ തന്നെ ശിഫാ തേടേണ്ട ദുആക്കളിൽ പെട്ട പ്രത്യേകമായിട്ടുള്ള ദുആ ആണ് ഈ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ തന്റെ 2 കൈകളും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതിയിട്ട്, ചില റിവായത്തുകൾ ആദ്യം ഊതി, ചില റിവായത്തുകൾ ഓതിയിട്ട് ഊതി, എന്തെന്നാലും രണ്ടും ശരിയായി വന്നിട്ടുള്ളതാണ്. അതിലേക്ക് ഊതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഓതി, അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെല്ലാമാണോ തടവാൻ പറ്റുന്നത് അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയധികം ശിഫാ തേടാൻ ഉപയോഗിക്കുന്ന, അതുപോലെ രോഗം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ളവർക്കും സ്വന്തത്തിലും എല്ലാം ചെയ്യാനുള്ള കാര്യമായിരുന്നു ഇങ്ങനെ. അപ്പൊ ഇതെല്ലാം ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫദ്ലുകളാണ്. ഇത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഓരോ നിസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യലുണ്ട്. ദിവസത്തിൽ 10 തവണ പാരായണം ചെയ്യാൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ സ്വർഗത്തിലൊരു ഭവനം ലഭിക്കുമെന്നുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫദ്ലുകൾ വേറെയും ഹദീസുകളിൽ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ സൂറത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഇതിറങ്ങാനുള്ള കാരണം തന്നെയാണ്. ഒരു ഇലാഹ്, നാം ഇബാദത്ത് ചെയ്യുന്ന ഇലാഹ് ആരായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം എന്ന് അറിയിക്കുന്നിടത്ത് ആ ഇലാഹിന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ടോ, പ്രധാനമായും 4 വിശേഷണങ്ങളാണ്. ആ 4 വിശേഷണങ്ങൾ ഉള്ളവനെ റബ്ബാവാനും ഇലാഹാവാനും യോഗ്യത ഉണ്ടാവുകയുള്ളൂ. വേറെയുള്ളവർ ആരൊക്കെ ഇലാഹുകളായി കൊണ്ടുവന്നാലും ഈ 4 വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലേ, ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടോ അവൻ ഇലാഹാവാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 4 വിശേഷണങ്ങളുള്ളവർ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മറ്റൊരാൾക്കും തന്നെ ഈ വിശേഷണങ്ങൾ യോജിക്കുകയില്ല. എന്തൊക്കെയാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക
ഹുവ അല്ലാഹു അഹദ്, അവനാണ് അല്ലാഹു. അവൻ എന്താണ്? അവൻ ഏകനാണ്. അഹദ, ഒറ്റയായിട്ടുള്ളവനാണ്. അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകനായിട്ടുള്ളവൻ, യാതൊരു പങ്കുകാരുമില്ലാത്ത, യാതൊരു പങ്ക് അവന്റെ സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അവൻ ഇബാദത്തിന്റെ അർഹനായതിലോ ഒരാളും പങ്കു ചേർക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത വിധം ഏകനായിട്ടുള്ളവനാണ് അവൻ. എല്ലാവിധ അധികാരവും അവന് മാത്രമാണ്, എല്ലാവിധ മുൽക്കും തഅലീമും എല്ലാം അവന് മാത്രമാണ്. അഹദാണ് അവൻ ഏകനാണ് എന്നുള്ളതാണ്. അവനൊരു പങ്കുകാരനോ അവനൊരു സഹായിയോ അവനൊരു പങ്കാളിയോ അല്ലെങ്കിൽ അവന്റെ അടുക്കൽ ശുപാർശക്കാരനായിട്ടോ അല്ലെങ്കിൽ അവന്റെ അടുക്കൽ വസീലയായിട്ടോ ഒന്നും തന്നെ അവന്റെ മേലെ അധികാരം ചെലുത്താൻ ഒരാളുമില്ല. അവൻ ഏകനാണ് എന്നുള്ളത് പ്രത്യേകം ആദ്യമായി എടുത്തു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സമദ്, അവൻ അസ്വമദാണ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അസ്സമദ് എന്ന് പറഞ്ഞാൽ ഹുവ സയ്യിദുൽ ലദീ ഖദ് കമുല ഫീ സുദുദിഹി. അസ്സമദ് എന്ന് പറഞ്ഞാൽ നേതാവാണ്, എല്ലാവിധ രീതിയിലും നേതൃത്വം പൂർണ്ണതയിലെത്തിയിട്ടുള്ളവൻ. വശരീഫുൽ ലദീ ഖദ് കമുല ഫീ ശറഫിഹി, ശ്രേഷ്ഠതയുള്ളവനാണ്, എല്ലാവിധ ശ്രേഷ്ഠതയിലും പൂർണ്ണതയിലെത്തിയവൻ. വൽ അദീമുൽ ലദീ ഖദ് കമുല ഫീ അളമതിഹി, മഹത്വമുള്ളവനാണ്, എല്ലാവിധ മഹത്വത്തിലും പൂർണ്ണതയിലെത്തിയവൻ. വൽ ഹലീമുൽ ലദീ ഖദ് കമുല ഫീ ഹിൽമിഹി, അങ്ങേയറ്റം അവധാനതയുള്ളവനാണ്, അതിൽ പൂർണ്ണതയിലെത്തിയവനാണ്. വൽ അലീമുൽ ലദീ ഖദ് കമുല ഫീ ഇൽമിഹി, എല്ലാവിധ അറിവുമുള്ളവനാണ്, ആ അറിവിന്റെ പൂർണ്ണതയിലെത്തിയവനാണ്. വൽ ഹകീമുൽ ലദീ ഖദ് കമുല ഫീ ഹിക്മതിഹി, ഹിക്മത്തുള്ളവനാണ്, അതിന്റെ പൂർണ്ണതയിലെത്തിയവരാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് എല്ലാവിധ ഗുണങ്ങളുടെയും പൂർണ്ണതയിലെത്തിയവനാണെന്ന് അസ്വമദ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും, എല്ലാ ജന്തുജീവജാലങ്ങളും, എല്ലാ സൃഷ്ടികളിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരുടെ അടുക്കലാണോ ചെല്ലുന്നത് അവനാണ് അസ്വമദ് എന്ന് പറഞ്ഞത്. പക്ഷെ അവന് വേറെ ആരെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. സമദായിട്ടുള്ള അള്ളാഹുവിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് സമദ് എന്ന് പറഞ്ഞാൽ. സ്വയം ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനും മറ്റെല്ലാവരും ആശ്രയിക്കുന്നവനും, മറ്റെല്ലാവരും ആരിലാണ് ആശ്രയിക്കുന്നവൻ, അവനാണ് അസ്സമദ് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അടുത്തത് പറഞ്ഞു ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് ആയത്തുകളാണ്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന് ലം യലിദ്, അവനൊരു സന്താനം ഉണ്ടായിട്ടില്ല, അവനൊരു മകനോ മകളോ ആയിട്ട് ആരുമില്ല. വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടവനുമല്ല, ഒരു ഉമ്മാന്റെയോ ഉപ്പാന്റെയോ മകനായിട്ടോ മകളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനിക്കപ്പെട്ടതുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനൊരു ഇണയായിട്ട് മറ്റൊരാളുമില്ല, അവന്റെ ഒപ്പം ഉണ്ടാകാൻ അവനൊരു ഇണയോ പങ്കുകാരനോ ആയിട്ട് അവനെ പോലെ ആരുമില്ല. ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ ഖുർആനിൽ മറ്റു പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി നിഷേധിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനൊരു സന്താനമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനൊരു ഇണയുണ്ട് എന്നതിനേറ്റുണ്ട്. കാരണം ഗൗരവമേറിയ വാക്കാണത്. കാരണം അത് വാദിച്ചവരുണ്ട്. മക്കയിലെ മുശ്രിക്കുകളാവട്ടെ, അതിനു മുമ്പേ അഹ്ലുൽ കിതാബിൽപ്പെട്ട നസാറാക്കളാവട്ടെ, ജൂതന്മാരാവട്ടെ, അവരെല്ലാം അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് ജിന്നിൽ നിന്ന് ഇണയുണ്ട് പറഞ്ഞവരുണ്ട്. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ചവരുണ്ട്. ഈ രീതിയിലെല്ലാം അള്ളാഹുവിന് പങ്കുകാരെ സ്വീകരിച്ചവരുണ്ട്. അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ ആളുകളുണ്ട്. നമുക്ക് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ ആയത്തിൽ കാണാം. അള്ളാഹു പറയുകയാണ് ബദീഉസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളെ ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൽ ലഹു സാഹിബത്തുൻ വഖലഖ കുല്ല ഷൈ, അവൻ എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? അവനൊരു ഇണയില്ലാതെ, അവനൊരു ഇണയില്ല, പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടീന്റെ ആവശ്യം? അവനാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത്. എല്ലാ വസ്തുക്കളെയും, ആകാശവും ഭൂമിയും മലക്കും ജിന്നും മനുഷ്യനും മത്സ്യവും മൃഗവും തുടങ്ങി എന്തെല്ലാം ജന്തുജീവജാലങ്ങളുണ്ടോ അതിനെയെല്ലാം സൃഷ്ടിച്ചത് അവനാണ്. പിന്നെ അവൻ എന്തിനാണ് ഒരു മകൻ ഉണ്ടാവേണ്ട ആവശ്യം? അവൻ എന്താണ് അതിന്റെ ആവശ്യമുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്ത് മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട്
അള്ളാഹുവിന് മകനുണ്ട് എന്നും ആ മകനെ വിളിച്ച് ആരാധിക്കുന്ന അള്ളാഹു തആല നിയോഗിച്ച ആ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞ നസാറാക്കൾക്കെതിരെ ശക്തമായി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു വഖാലു ഇത്തഖദ റഹ്മാൻ വലദ. അവർ പറഞ്ഞു അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷേപകരമായിട്ടുള്ള മോശപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. തകാദു സ്സമാവാതു യതഫത്തർന മിൻ വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ. നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് കാരണം അത് ആകാശം പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകാനും കാരണമാകുന്ന അത്ര വലിയ ആക്ഷേപമാണ് നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത്. കാരണം അല്ലാഹുവിന് ഒരിക്കലും ചോദിച്ചതല്ല, അള്ളാഹുവിന് ഒരിക്കലും ചോദിച്ച കാര്യമല്ല ഒരു മകൻ ഉണ്ടാവുക, ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു റഹ്മാനി വലദ, റഹ്മാനായ റബ്ബിന് ഒരു മകനുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ അല്ലാഹുവിന് അത് യോജിച്ചതല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ. എന്താ വാക്കിന്റെ ഒരു അറബി ഭാഷയിൽ വളരെയധികം ശക്തമായിട്ടാണ് പറയുന്നത്. അള്ളാഹു പറയുകയാണ് ഈ ആകാശ ഭൂമികൾക്കകത്തുള്ള എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ അടിമയായിട്ടേ വരുള്ളൂ. ആകാശഭൂമിക്കകത്തുള്ള എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ അടിമയായിട്ടാണ് വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും, നിങ്ങളിൽ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഒറ്റക്കാണ് പരലോകത്ത് വരിക. ഒറ്റക്കായിരിക്കുക വരവുണ്ടാവുക. എന്റെ വാപ്പയാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെയും ദുനിയാവിലുള്ള ബന്ധങ്ങളെ ഉപകരിക്കില്ല. പിന്നെ അള്ളാഹ്ക്ക് ഒരു സന്താനം ഉണ്ടായിട്ട് ആ അള്ളാഹിന്റെ സന്താനത്തിന് കൂടെ കൂട്ടി അവര് ശുപാർശ ചെയ്ത് ആ രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതില്ല. ഒറ്റയായിരിക്കും വരിക എന്ന് അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെ ചില മുശ്രിക്കീങ്ങൾ അവർ വാദിച്ചിരുന്ന മറ്റൊരു വാദമാണ് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അതിനെ എതിർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അംബിയായിൽ 26, 27 ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട് വഖാലു ഇത്തഖദ റഹ്മാനു വലദാ സുബ്ഹാനഹു ബൽ ഇബാദുൻ മുക്രമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. ഈ മലക്കുകൾ അള്ളാഹുവിന്റെ സന്താനങ്ങളാണെന്ന് പറയുന്നു, പക്ഷെ അവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന അടിമകൾ മാത്രമാണ്. മറ്റൊരായത്തിൽ ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഇണയുണ്ട്, അല്ലെങ്കിൽ അതിൽ സന്താനങ്ങളുണ്ട്, അതുപോലുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു തആല മറുപടി പറഞ്ഞു. സൂറത്തു സ്വാഫാത്തിൽ 157, 158 അതുപോലെ 59 എന്നീ ആയത്തുകളിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബാ വലഖദ് അലിമത്തിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ പറയുന്നു ജിന്നുകളിൽ നിന്ന് അള്ളാഹുവിന് ഒരു ബന്ധമുണ്ട് എന്ന്, പക്ഷെ ജിന്നുകൾക്ക് ആ ബോധമുണ്ട്, ഞങ്ങൾ അള്ളാഹിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന അവരാ വാദം പറയുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ആരോപിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള ഒരു ആരോപണമാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അങ്ങേയറ്റം വഴിപിഴച്ചവരാണ് എന്ന് പറയാനുള്ള കാരണം ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പറയാൻ പറ്റൂല. അവൻ ഇലാഹായിട്ട് കാണുന്ന ഒരു ഇലാഹിന് എന്തെങ്കിലും ഒരു ന്യൂനത, മറ്റെന്തെങ്കിലും ഒരു ദുർബലത ആർക്കെങ്കിലും പറയാൻ പറ്റും. നമ്മൾ ഇലാഹായി കാണുന്ന നമ്മുടെ റബ്ബിന് എന്ത് സ്ഥാനം നമ്മൾ കൊടുക്കുക? ആ ഇലാഹിന് ഒരു ദുർബലതയുള്ള, മനുഷ്യനെ പോലെ ഒരു ദുർബലതയുള്ള ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? അത്രയും ദുർബലമായിട്ടുള്ള വാദമാണ്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം അള്ളാഹു ക്ഷമ അവലംബിച്ചിട്ടുമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ അഹദ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹ്. അള്ളാഹുവിനേക്കാൾ തന്നെ പറ്റി കേട്ട ഒരു ആരോപണത്തിന്റെ മേലെ ക്ഷമിക്കുന്നവനായിട്ട് ഒരാളുമില്ല. യജ്അലൂന ലഹു വലദ, അവർ അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞു. വഹുവ യർസുഖുഹും വയുആഫീഹിം. എന്നിട്ടും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ആവശ്യമുള്ള റിസ്ക് കൊടുക്കുന്നുണ്ട്, അവനെ ആഫിയത്ത് നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പറയാണ്, ഖുദ്സിയായ ഹദീസിൽ ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞു കദ്ദബനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക്. ആദമിന്റെ സന്തതി മനുഷ്യനതാ എന്നെ കളവാക്കുന്നു, എന്നെ പറ്റി കളവ് പറയുന്നു, ഞാൻ അവർ പറഞ്ഞതുപോലെയല്ല. വശതമനി വലം യകുൽ ലഹു ദാലിക്. അവൻ എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നു, ഞാൻ അതുപോലെയല്ല, അവർ പറയുന്നത് പോലെയല്ല. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ,
അവരെന്നെ കളവാക്കുന്നത് ഫഖൗലുഹു അവർ പറയുന്നു ലൻ യുഈദനി കമാ ബദഅനി മനുഷ്യൻ പറയാണ് ഞാൻ വീണ്ടും മടക്കപ്പെടുന്നില്ല, ഞാൻ പുനർജീവിപ്പിക്കപ്പെടുന്നില്ല, ഞാൻ ആദ്യം ഉണ്ടായ പോലൊന്നും ഇനി ആവാനൊന്നും പോകുന്നില്ല. അപ്പൊ അല്ലാഹു മറുപടി പറയാണ് വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി. അല്ലാഹു പറയാണ് അവനെ ആദ്യം സൃഷ്ടിച്ചത് അവനെ വീണ്ടും കൊണ്ടുവരുന്നേക്കാൾ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യം എനിക്ക്. അല്ലാഹു പറയാണ് അവനെ ഞാൻ ആദ്യം സൃഷ്ടിച്ചു എന്നുള്ളത് അവനെ രണ്ടാമത് കൊണ്ടുവരുന്നതാണ് ബുദ്ധിമുട്ട് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ നിസ്സാരമായിരുന്നു അവനെ ആദ്യം സൃഷ്ടിച്ചത്, പിന്നെയാണ് ഒന്നുകൂടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് എന്നുള്ളത്. എന്നിട്ട് പറയാണ് എന്നോടുള്ള ആരോപണം അവർ പറയുന്നത് അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഞാൻ ഏകനാണ്, അസ്വമദാണ്, ലം അലിദ് വലം ഊലദ്, ഞാൻ ഒരാൾക്ക് എനിക്കൊരു സന്താനം ഉണ്ടായിട്ടില്ല, ഞാൻ അതിന്റെ സന്താനമായി ജനിച്ചിട്ടില്ല. വലം യകുൻ ലീ കുഫുവൻ അഹദ്, എന്നെ പോലെ വേറൊന്നും തന്നെ ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ കാണാം. അപ്പൊ ഈ സൂറത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്, ഹദീസിന്റെ ലഫ്ളുകളിലും ഖുദ്സിയായ ഹദീസായിട്ടും ഇതേ കാര്യങ്ങൾ വന്നത് കാണാൻ സാധിക്കും. അപ്പൊ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും പാരായണം ചെയ്യണം. രാവിലെയും വൈകുന്നേരവും 3 തവണ പാരായണം ചെയ്യണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ 3 തവണ പാരായണം ചെയ്യണം, ഊതി തടവണം. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സൂറത്താണ്. നമ്മൾ ആ സൂറത്തിന്റെ അർത്ഥം കൂടുതൽ ചിന്തിക്കണം. അതിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ആ സൂറത്തിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരാനും സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനുള്ള കാരണമാകുമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയുമാണ് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുകൾ 2 സൂറത്തുകൾ, ആ രണ്ടും ഒരുമിച്ച് തന്നെ പറയേണ്ട സൂറത്തുകളാണ്. ആ സൂറത്തുകൾക്ക് പറയുന്ന പേരാണെന്ത്? മുഅവ്വിദത്തൈനി, രക്ഷ തേടാൻ ഉപയോഗിക്കുന്ന 2 സൂറത്തുകൾ എന്നുള്ളത്. ഈ 2 സൂറത്തുകൾ നമുക്ക് പറഞ്ഞു തീരുമെന്ന് അറിയില്ല, എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ 2 സൂറത്തുകൾ ഇത് ഇറങ്ങാനുള്ള സാഹചര്യവും അതുപോലെ അതിന്റെ ശ്രേഷ്ഠതയും എല്ലാം നമ്മൾ പറയും, അതിന്റെ രീതിയിൽ പറയാം. ഈ സൂറത്തുകൾ ഖുർആനിലെ സൂറത്തുകളല്ല, ഇത് ദുആ ആയിരുന്നു എന്ന് അഭിപ്രായമുണ്ടായിരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം മുസ്ഹഫിൽ ഈ സൂറത്തുകൾ എഴുതാറില്ല, മുസ്ഹഫിൽ ഈ സൂറത്തുകൾ ചേർക്കാറില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കേട്ടത് ഇത് ദുആ ആണ് എന്ന നിലക്കാണ്. ഇത് ദുആ ആയിട്ട് തന്നെ ഇറങ്ങിയതാണ്, സൂറത്തായിട്ടല്ല ഇത് ഇറങ്ങിയത് എന്ന നിലക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അദ്ദേഹം മുസ്ഹഫ് എഴുതുന്ന സമയത്ത് ഈ സൂറത്തുകൾ ചേർക്കാറില്ല, ഇത് ദുആ ആണ് എന്ന നിലക്കാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ ഒരുപാട് കാര്യങ്ങൾ, കാരണം കുറെ വിഷയങ്ങൾ ആദ്യകാലത്ത് ഇറങ്ങിയിട്ട് മാറിയ വിഷയങ്ങളൊന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയാതെ പോയ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം കൂഫയിൽ പിന്നീട് കാലത്ത് പോയിട്ട് കുറെ ഹദീസുകൾ ലഭിക്കാതെ പോയിട്ടുണ്ട്. അദ്ദേഹം റുക്കോയിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ടായിരുന്നത്, നമ്മൾ മുട്ടിന് മേലെ വെക്കുമല്ലോ, അപ്പൊ ആദ്യകാലത്ത് റുക്കു ഉണ്ടായിരുന്നത് ഈ 2 കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ തുടകൾക്ക് നടുവിൽ വെച്ചിട്ടാണ് റുക്കു ഉണ്ടായിരുന്നത്, മുട്ടിന് മേലല്ലേ വെക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെയും എന്താ ചെയ്തിരുന്നത്? ഈ രീതിയിലാണ് ചെയ്തിരുന്നത്. പിന്നീട് ചില സഹാബികൾ വന്ന് അറിയിച്ചിട്ടൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, പറഞ്ഞു എന്ന് മാത്രം. തഫ്സീറുകളിൽ കൊടുക്കാറുണ്ട് ഈ സൂറത്ത് പറയുമ്പോൾ. ഇനി മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളുടെ ഫദ്ലുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്, ഇതിന്റെ ശ്രേഷ്ഠതകൾ. ഫലഖും നാസും 2 സൂറത്തുകൾ നമ്മൾ ഏകദേശം ഒരുമിച്ച് തന്നെയാണ് അതിന്റെ ഫദ്ലുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഫദ്ലുകൾ നമ്മൾ ആദ്യം പറയുന്നതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലം തറ ആയാതിൻ ഉൻസിലത് ഹാദിഹി ലൈല ലം യുറ മിസ്ലുഹുന്ന ഖത്ത്. നീ അറിഞ്ഞില്ലേ, എനിക്ക് ചില ആയത്തുകൾ രാത്രിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെയുള്ള ആയത്തുകൾ പിന്നെ വന്നിട്ടില്ല, അതുപോലെ ഒന്നും നീ കാണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സൂറത്ത് ഖുൽ അഊദു റബ്ബിൽ ഫലഖും ഖുൽ അഊദു റബ്ബിൻ നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക ഉണ്ടായി. അങ്ങനെ വളരെ ശ്രേഷ്ഠതയുള്ള സൂറത്തായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, യാ ഉഖ്ബ അലാ ഉഅല്ലിമുക സൂറത്തൈനി മിൻ ഖൈരി സൂറത്തൈനി ഖറഅ ബിഹിമ അന്നാസ്.
ജനങ്ങൾ പാരായണം ചെയ്ത സൂറത്തുകളിൽ 2 സൂറത്തുകളിൽ ഏറ്റവും ഹൈറായ 2 സൂറത്ത് ഞാൻ അറിയിച്ചു തരട്ടെയോ? അപ്പൊ പറഞ്ഞു ബലായ റസൂലുള്ളാഹ്, അതെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഖുൻ നാസ് ഓതി കൊടുത്തു. അങ്ങനെ നിസ്കാരത്തിന് സമയമായി നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖുബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കൈഫ റഅയ്ത യാ ഉഖൈബു ഇഖ്റ ബിഹിമാ കുല്ലമാ നിംത വകുല്ലമാ ഖുംത. നീ ഉറങ്ങുമ്പോഴും അതുപോലെ രാവിലെയും എഴുന്നേൽക്കുമ്പോഴും നീ സൂറത്തുകൾ പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായിരുന്നു. അഥവാ ഇസ്തിആദ തേടുന്ന വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നന്നാസ ലം യതഅവ്വദു ബിമിസ്ലി ഹാദൈൻ. ഈ 2 സൂറത്തുകൾ പോലെ ഇത്രയധികം ശ്രേഷ്ഠതയുള്ള മറ്റൊന്നും കൊണ്ട് തന്നെ ജനങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടില്ല. നമുക്കുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും മഹത്തരമായിട്ടുള്ള സൂറത്ത് ഈ 2 സൂറത്തുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അത് പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സഅല സായിലുൻ ബിമിസ്ലിഹാ വലസ്തആദ മുസ്തഈദുൻ ബിമിസ്ലിഹാ. ഒരാളും ഈ 2 സൂറത്തുകളിൽ തേടുന്നത് പോലെ അള്ളാഹുവിനോടൊന്നും ചോദിച്ചിട്ടില്ല. ഈ 2 സൂറത്തുകൾ കൊണ്ട് രക്ഷ തേടുന്നത് പോലെ അള്ളാഹുവിനോട് രക്ഷയും തേടിയിട്ടില്ല. ഇതേ അർത്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ മനസ്സിലാക്കുക, കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽമുഅവ്വിദതൈൻ വയൻഫുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ കൊണ്ട് ഊതി തടവാറുണ്ടായിരുന്നു. ഫലമ്മ ഇസ്തദ്ദ വജഉഹു കുൻതു അഖറഉ അലൈഹി ബിൽമുഅവ്വിദാത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കൂടിയപ്പോ, ഓതിയിട്ട് കയ്യിൽ ഊതാൻ പറ്റാത്തത്ര വേദന കൂടിയപ്പോ ഞാനാണ് ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നത്. വംസഹ് ബിയദിഹി അലൈഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം തടവാറുണ്ട്. റജാ ബർക്കത്തിഹ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയെടുത്തത്? ആ കയ്യിന്റെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഊതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു മിൻ അഅ്യുനിൽ ജാന്നി വഅഅ്യുനിൽ ഇൻസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിന്റെയും മനുഷ്യന്റെയും എല്ലാം കണ്ണേറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ നേടാറുണ്ടായിരുന്നു. ഫലമ്മാ നസലത്തിൽ മുഅവ്വിദതാനി. പക്ഷെ ഈ 2 സൂറത്തുകൾ ഇറങ്ങിയതിനു ശേഷം അഖദ ബിഹിമാ വതറക മാ സിവാഹുമാ. ഇതുകൊണ്ടാണ് പിന്നെ രക്ഷ തേടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്തായി? ഒഴിവാക്കുകയുണ്ടായി. അപ്പോ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവായിദ് എന്ന കിതാബുണ്ട്. അതിൽ ആദ്യം തന്നെ ഈ സൂറത്തിന്റെ ഈ 2 സൂറത്തുകളുടെ പ്രത്യേകതകളും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും രക്ഷ നേടേണ്ട കാര്യങ്ങളും അതിനുള്ള ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഈ 2 സൂറത്തുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്ഷണത്തിനേക്കാളും വെള്ളത്തിനേക്കാളും വായുവിനേക്കാളും അവന് ആവശ്യമുള്ള സൂറത്താണ്. അവന് ആവശ്യമുള്ള സൂറത്താണ്. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള മനുഷ്യരിൽ ജിന്നിലും പെട്ട ശൈത്താനുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള സൂറത്തുകളാണ് ഈ 2 സൂറത്ത്. അതുകൊണ്ട് ഇതിലേക്കുള്ള ആവശ്യകത എന്നുള്ളത് മറ്റെന്തിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ഒന്നാമത്തെ സൂറത്തുൽ ഫലഖിന്റെ ആശയങ്ങളിലേക്ക് എന്താണ് അതിൽ പറയുന്നത്? 5 ആയത്തുകളാണ് സൂറത്തിലുള്ളത്. ഒന്നാമത്തേത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, നബിയെ പറയുക, അഊദു. അഊദു എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ അർത്ഥം ഞാൻ രക്ഷ തേടുന്നു, ഇസ്തിആന, രക്ഷ ചോദിക്കുകയാണ്. എന്തിന്, ആരോടാണ് ചോദിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബായിട്ടുള്ള. ഫലഖ് എന്നുള്ള അർത്ഥം അറബി ഭാഷയിൽ ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ പിളരുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫാലിഖുൽ ഹബ്ബി വന്നവ, അള്ളാഹിനെ പറ്റി പറയാറുണ്ട്. ഫാലിഖുൽ ഹബ്ബി വന്നവ, വിത്തിനെയും ധാന്യങ്ങളെയെല്ലാം പിളർത്തുന്നവൻ, അഥവാ ചെടി മുളപ്പിക്കുന്ന പിളർത്തുന്നവൻ എന്നുള്ളത്. അപ്പൊ ഫാലിഖ് എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്നുള്ള അർത്ഥത്തിൽ പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശം ആ അർത്ഥം വാക്ക് ഉപയോഗിക്കാറുള്ളത് അസുബഹ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം രാത്രിയെ പിളർത്തി വെളിച്ചം വരുന്നത് കൊണ്ട് ആ ഫലഖ് എന്നുള്ളത് എന്തിനുപയോഗിക്കാറുണ്ട്? അസുബഹ് എന്നുള്ളതിനെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അധികം മുഫസ്സിരീങ്ങളും ഈ ഫലഖ് എന്നുള്ളതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സുബഹ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. കാരണം സൂറത്തുൽ അൻആമിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫാലിഖുൽ ഇസ്ബാഹി,
സുബ്ഹിനെ പിളർത്തുന്നവൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥമാണ് പറയാറുള്ളത്. അപ്പോ സുബ്ഹിന്റെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ രക്ഷ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി ശർറിൽ നിന്ന്, ആകെ ശർറിൽ നിന്ന്, ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള, അവന്റെ സൃഷ്ടികളായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവരുടെ എല്ലാം ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. സലഫുകളിൽപ്പെട്ട സാബിത്തുൽ മുനാനി, ഹസൻ ബസരി പോലെയുള്ളവർ എന്താണ് സൃഷ്ടിക്കപ്പെട്ട ഷർറ് എന്നുള്ളടുത്ത് പറഞ്ഞു, ജഹന്നമു വ ഇബ്ലീസു വ ദുർരിയതുഹു മിമ്മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള നരകത്തിന്റെ ഷർറിൽ നിന്നും ഇബ്ലീസിന്റെയും ഇബ്ലീസിന്റെ കൂട്ടാളികളുടെയും ഷർറിൽ നിന്നും രക്ഷ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഷർറ് നിറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, മനുഷ്യനാവട്ടെ, പിശാചാവട്ടെ, മൃഗങ്ങളാവട്ടെ, എല്ലാ സൃഷ്ടികളിൽ നിന്നുള്ള ഷർറിൽ നിന്നും രക്ഷ തേടുന്നു. എന്നിട്ട് പറഞ്ഞു വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി ഷർറിൽ നിന്ന്, ഗാസിഖിൻ ഇദാ വഖബ്, ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറഞ്ഞാൽ അർത്ഥം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടിനകത്തുണ്ടാകുന്ന, ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തെല്ലാം ഷർറുകളുണ്ടോ ആ ഷർറുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. നമുക്കറിയാം പകലിനേക്കാൾ ഷർറുകൾ വർദ്ധിക്കാനുള്ള സാധ്യത എപ്പോഴാണ്? രാത്രിയിലാണ്. അത് മൃഗങ്ങളെ കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ ജന്തുജീവജാലങ്ങളെ കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ടാവട്ടെ, പിശാചുക്കളെ കൊണ്ടാവട്ടെ, രാത്രിയിൽ ഷർറുകൾ വർദ്ധിക്കുന്നത് അറിയപ്പെട്ട കാര്യമാണ്. കാരണം ഫിത്നകൾ വർദ്ധിക്കുന്ന ദുൽമത്ത്, രാത്രിയിലെ ഇരുട്ട് പോലെ ഫിത്നകൾ വർദ്ധിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ആ രാത്രിയിൽ ഇരുട്ടാകുമ്പോഴുള്ള ഷർറുകൾ, അത് ജന്തുജീവജാലങ്ങൾ എല്ലാം ഉൾക്കൊണ്ടും. ഏതെങ്കിലും ജിന്നോ പിശാചോ മാത്രമല്ല, എന്തെങ്കിലും ഇപ്പോ വിഷജന്തുക്കളോ എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം ഷർറിൽ നിന്ന് രക്ഷ തേടുന്നു എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ തഫ്സീറിന് ഒരു ഹദീസിന്റെ ഒരു സംഭവം കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി ഫഅറാനി അൽ ഖമറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് ചന്ദ്രനെ, ഖമറിനെ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഹീന തല, അത് ഉദിക്കുന്ന സമയത്ത്. എന്നിട്ട് പറഞ്ഞു തഅവ്വദി ബില്ലാഹി മിൻ ശർരി ഹാദൽ ഗാസിഖി ഇദാ വഖബ. രാത്രി ഇങ്ങനെ ഇരുട്ടാവുമ്പോഴുള്ള ഷർറിൽ നിന്ന് നീ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? രക്ഷ തേടണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അടുത്ത ആയത്ത് വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്. വമിൻ ഷർറിൽ നിന്ന്, നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന സ്ത്രീകൾ, ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ, അവരുടെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് ഈ ആയത്തിൽ കാണാം. ഇവിടെ മുഫസ്സിരീങ്ങൾ മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇക്രിമ, ഹസൻ, ഖതാദ, വഹാഖ് ഇവരെല്ലാം പറഞ്ഞു ഇവിടെ ഉദ്ദേശം സാഹിറുകളിൽ നിന്നാണ്, സിഹർ ചെയ്യുന്നവരെ തൊട്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ നമുക്ക് വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്ക് അടുത്ത ദർസിൽ ഈ ആയത്തിനെ കൂടുതൽ വിശദീകരിച്ച് ഇതിന്റെ ബാക്കിയും വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്